ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അഗ്ലോണിമൻ്റെ സെയിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വീണ്ടും ഒരു വീഡിയോ ഇടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കളർ, നല്ലോണം കയറി വന്നിട്ടുള്ള സെറ്റായിട്ടുള്ള സൂപ്പർ ചെടികളാണ് കേട്ടോ. പക്ഷേ വില നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ആഗ്രഹമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് കുറേ പ്ലാനുകളൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം ഉള്ള പ്ലാന്റുകൾ അതിനെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ സെയിലാക്കുന്നത്. പ്ലാന്റ് കണ്ടാൽ പിന്നെന്താണ് ഇത് സീഡ്ലിങ്സ് ആണെന്ന് പോലും തോന്നില്ല, അത്രയ്ക്ക് നല്ല രീതിയിൽ കളറൊക്കെ കയറി വന്നിട്ടുണ്ട്. ചില പ്ലാന്റുകൾ ചെറിയ സൈസായിരിക്കും, പക്ഷെ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സും അത്യാവശ്യം നല്ല സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സീഡ്ലിങ്സിൻ്റെ ആ ഒരു പ്രായത്തിനൊക്കെ വിട്ടിട്ടുണ്ട്. ഈ പ്ലാന്റുകൾ ശരിക്കും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്ന് കിട്ടും കേട്ടോ. അഗ്ലോണിമ ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വേഗം കോൺടാക്റ്റ് ആക്കുക കേട്ടോ. കാരണം ഇത് ഇപ്പം അധികം എല്ലാവരുടെ കയ്യിലും ഇല്ല ഈ പ്ലാന്റുകളൊന്നും. ടോപ്പ് റെയർ വെറൈറ്റീസാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം കോൺടാക്റ്റ് ചെയ്തോളാം കേട്ടോ. ഫസ്റ്റ് പ്ലാന്റ് വരുന്ന റെഡ് എമറാൾഡിൻ്റെ അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കളർ കയറി വന്ന പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് എലിസബത്തിൻ്റെ പ്ലാന്റാണ്. 190 റുപ്പീസാണ് കേട്ടോ. എല്ലാം തന്നെ നല്ല വെറൈറ്റികളാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റാർ ഡസ്റ്റാണ് 130 റുപ്പീസ് കേട്ടോ. ഇതൊക്കെ നല്ലപോലെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡോട്ടസ് ഡിലൈറ്റ്, അത്യാവശ്യം നല്ല വെറൈറ്റി പ്ലാന്റാണ്. ചെറിയ പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റാണ്. 190 റുപ്പീസ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സിയാം പെർഫെക്റ്റ്, അതിന് 190 റുപ്പീസാണ് വരുന്നത്. നെക്സ്റ്റ് ചൈന പിങ്ക്. പിന്നെ ഈ പ്ലാന്റുകൾ വളർത്തുന്നവർക്കായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമല്ലോ. അത്യാവശ്യം നല്ല വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് ചൈന പിങ്ക്. പിന്നെ ഇത് തുടക്കക്കാർക്ക് പോലും വളർത്താൻ പറ്റുന്ന സംഭവമാണ് ഈ ഒരു അഗ്ലോണിമ കലാത്തിയൊക്കെ കേട്ടോ. ജയ്പോഗ്രഡ് 130 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം റേറ്റ് നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ അഗ്ലോണിമ കലാത്തിയൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. സീഡ്ലിങ്സും കൂടെ ആകുമ്പോൾ അഫോർഡബിൾ റേറ്റിൽ കിട്ടും. ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന പ്ലാന്റിന് നല്ല റേറ്റ് നമ്മൾ കൊടുക്കണം വാങ്ങുമ്പോൾ. അപ്പോൾ ഈ ഒരു കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന സമയത്ത് വാങ്ങി വെച്ചിട്ട് നമ്മൾ നട്ടു കൊടുക്കുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ കുറേ തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തൈകൾ വരും അഗ്ലോണിമക്ക്. ഇപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ അഗ്ലോണിമ ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അഗ്ലോണിമ കലാത്തിയൊക്കെ ഞാനും കുറേ അഗ്ലോണിമൊക്കെ ഇതേപോലെ നട്ടിട്ട് സെയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ സെയിലാക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകൾ ഇതൊക്കെ നമ്മൾ പുറത്ത് നിറക്കുന്ന പ്ലാന്റുകളല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകൾ, നമ്മൾ വളർത്തുന്ന പ്ലാന്റുകളും നമുക്ക് സെയിലിടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ വർഷം അഗ്ലോണിമ വാങ്ങി വെക്കുക, അടുത്ത വർഷം സെയിലാക്കുക എന്നുള്ളത്. ഓക്കെ, കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ പ്ലാന്റുകൾക്ക്. എന്താ പറയുക, നമ്മളെ മനസ്സും എന്താ പറയുക കിടന്ന് അറിയാതെ പറയില്ല, അതേപോലെയാണ് ഇങ്ങനത്തെ പ്ലാന്റുകളും അതേപോലെ കുറേ ഫ്ലവറുകളൊക്കെ കാണുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇലച്ചെടികളോ, ചില സീസണിൽ ഇലച്ചെടികളോടായിരിക്കും താല്പര്യം, ചില സീസണിൽ ഫ്ലവറിൻ്റെ പ്ലാന്റുകളോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പോൾ എന്തായാലും ഈ ഇലച്ചെടികളോടാണ് ഒരു ഇഷ്ടമുള്ളത്. ഇതുവരേക്ക് ബോഗൻവില്ലിൻ്റെ ലോകത്തായിരുന്നു ഞാൻ. ഇപ്പം ഈ ഒരു അഗ്ലോണിമൻ്റെ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യണ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാം നല്ല അഫോർഡബിൾ റേറ്റ് അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അഫോർഡബിൾ റേറ്റ് ആണോ അതോ ഒരുപാട് റേറ്റ് കൂടുതലാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായിട്ടൊന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരത്തെ ചെടികൾ വാങ്ങിയവരുണ്ടെങ്കിൽ അവരും കൂടെ ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് മുന്നോട്ടുള്ള ഒരു ജേണിക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.